എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോഴും കരഞ്ഞ് സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിട്ടും അവർ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നൂറ് വികസന പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ. ഇവിടെ ഒരു ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, ഒരു ലബോറട്ടറി പരിശോധനയ്ക്കുള്ള സൗകര്യമില്ല. പൈപ്പിട്ട് പോയിരിക്കുന്നു, വെള്ളമില്ല. ടാങ്ക് കെട്ടേണ്ടടുത്ത് ടാങ്ക് കെട്ടുന്നില്ല. കരാറുകാർക്ക് അവർ കാശ് കൊടുത്തില്ല. നമസ്കാരം. ഇപ്പം നമ്മളുള്ളത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ. വലിയ വിജയ പ്രതീക്ഷയാണുള്ളത്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ലെന്നറിയാം. ആദ്യത്തെ റെസ്പോൺസ് എങ്ങനെയാണ്? അല്ല, NDA കേരളത്തിൽ ഇത്തവണ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഒരു സംസ്ഥാനം 2024 വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്കൊരു പാർലമെന്റ് അംഗത്തെ ലഭിച്ചു. 2025 തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. 26 കേരളത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായി നിയമസഭയിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. LDFനും UDFനും കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്നത്, ആര് കേരളത്തിൽ മുന്നോട്ട് പോകണം തീരുമാനിക്കുന്നത് NDA ആയിരിക്കും. ഈ മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് BJP വാഗ്ദാനം ചെയ്യാനുള്ളത്? BJP ഇവിടെ ജനങ്ങളെ മുമ്പിൽ പറയുന്നത്, ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ നാഷണൽ ഹൈവേ ഒഴിച്ചാൽ നല്ല റോഡുകളില്ല, ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഇല്ല, കോളേജുകളില്ല, കുട്ടികളെല്ലാം മംഗലാപുരത്ത് പോയിട്ട് പഠിക്കുന്നു. ഒരു ആശുപത്രി ഇവിടെ ഇല്ല നല്ലത്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ മംഗലാപുരത്ത് പോകണം. ഇവിടെ ഒരു ഉക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, ഒരു ലബോറട്ടറി പരിശോധനയ്ക്കുള്ള സൗകര്യമില്ല, ഒരു MRI സ്കാൻ എടുക്കാൻ കഴിയുന്നില്ല. ഉൾനാട്ടിലൊന്നും ഒരു റോഡുകളും ഇല്ല. എത്രയോ വീടുകളിൽ വെള്ളമില്ല. ഇവിടെ ജൽജീവൻ മിഷൻ അവതാളത്തിലായിരിക്കുന്നു. പല സന്ദർഭങ്ങളിലും വേനൽക്കാലത്ത് കുടിവെള്ളം മുട്ടുകയാണ്. കർഷകർ ധാരാളമുള്ള മണ്ഡലമാണ്. അവർക്ക് യാതൊരു പാക്കേജും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. തൊഴിലാളികൾ, പാവപ്പെട്ടവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഏറ്റവും അവികസിതമായിട്ടുള്ളൊരു മണ്ഡലമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോഴും കരഞ്ഞ് സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയിട്ടും അവർ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. അങ്ങനെ നൂറ് വികസന പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ. ഇതുവരെ ആരും അത് അഡ്രസ്സ് ചെയ്തിട്ട്. MP മാരുണ്ട്, MLA മാരുണ്ട്, അവരാരും അവരുടെ ഫണ്ട് മഞ്ചേശ്വരത്ത് ചെലവഴിക്കുന്നില്ല. എല്ലാം ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. വലിയൊരു വിഭാഗം ജനങ്ങൾ അസംതൃപ്തരാണ്. അത് ഈ വികസനത്തിൻ്റെ പേരിലാണ്. ഞങ്ങളെ മാറ്റി നിർത്തുന്നത് കൊണ്ട് അവർക്ക് വികസനം ലഭിക്കുന്നില്ല. അപ്പോൾ വികസനം യാഥാർത്ഥ്യമാവണമെങ്കിൽ NDA വരണം എന്നുള്ള ബോധ്യം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഈ കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുന്ന ഒന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ എന്തൊക്കെയാണ്? ഈ ജൽജീവൻ പ്രോജക്റ്റ് ശരി നേരവണ്ണം നടപ്പാക്കാത്തോട്ടാണോ ആ പ്രശ്നം? ജൽജീവൻ മിഷന്റെ പ്രശ്നം, സെൻട്രൽ ഫണ്ടുണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫണ്ടില്ല. 6000 കോടി രൂപയുടെ കുടിശ്ശികയാണ് കരാറുകാർക്ക്. അത് കാരണം എല്ലാ സ്ഥലങ്ങളിലും കരാറുകാർ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. പൈപ്പിട്ട് പോയിരിക്കുന്നു, വെള്ളമില്ല. ടാങ്ക് കെട്ടേണ്ടടുത്ത് ടാങ്ക് കെട്ടുന്നില്ല. കരാറുകാർക്ക് അവർ കാശ് കൊടുത്തില്ല. അപ്പോൾ ജൽജീവൻ മിഷൻ അവതാളത്തിലായിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി മഞ്ചേശ്വരം പോലുള്ള ഉൾനാടൻ മണ്ഡലങ്ങളിലാണ്. അതിന് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിനോ ഇവിടുത്തെ MLAക്കോ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് BJP അധികാരത്തിൽ വരണം, BJPക്ക് MLA മാരുണ്ടാവണം. അപ്പോൾ ഈ വികസന പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും. ഈ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനിടയിൽ മണ്ഡലം നഷ്ടപ്പെട്ട സമയത്ത് ഇവിടെ വലിയ രീതിയിൽ കള്ളവോട്ട് ആരോപണം നമ്മൾ ഉയർത്തിയിരുന്നു. അതിനുള്ള തെളിവുകളും ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ്. കാരണം അപ്പുറത്ത് രണ്ട് മുന്നണികളും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതിനെ പരാജയപ്പെടുത്തി ജനപിന്തുണ ആർജിച്ച് അതിനെ പരാജയപ്പെടുത്തുന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്ക്. എന്തായാലും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. മെയ് 4 വോട്ടെണ്ണുന്ന സമയത്ത് മഞ്ചേശ്വരത്തെ K. സുരേന്ദ്രൻ MLA ആകും എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരും ഉറച്ചു വിശ്വസിക്കുന്നത്. അതേ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരും ഉള്ളത്. മഞ്ചേശ്വരത്തു നിന്നും ആദിത്യ രാജിനോടൊപ്പം അർജുൻ C. വനജ്.